മനുഷ്യരിൽ കാണുന്ന വ്യത്യസ്ത രക്തഗ്രൂപ്പുകൾ എ, ബി, എ ബി, ഒ വെറും മെഡിക്കൽ വിഭാഗീകരണം മാത്രമല്ല. ഇവ മനുഷ്യപരിണാമത്തിന്റെ ദീർഘചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു ജീവശാസ്ത്ര കഥയാണ്. ഇവ എങ്ങനെ രൂപപ്പെട്ടു, എവിടെ നിന്നാണ് ഉത്ഭവിച്ചത് എന്നത് മനസ്സിലാക്കാൻ ജനിതകശാസ്ത്രവും പരിണാമശാസ്ത്രവും നോക്കണം. ആദ്യം രക്തഗ്രൂപ്പ് എന്താണെന്ന് നോക്കാം. നമ്മുടെ ചുവന്ന രക്താണുക്കളുടെ പുറത്ത് ചെറിയ രാസഘടനകളുണ്ട്. ഇവയെ ആന്റിജൻ എന്നാണ് വിളിക്കുന്നത്. ഈ ആന്റിജനുകളുടെ സ്വഭാവം അനുസരിച്ചാണ് രക്തഗ്രൂപ്പ് നിർണ്ണയിക്കുന്നത്. എ ഗ്രൂപ്പിൽ എ ആന്റിജൻ ഉണ്ടാകും, ബി ഗ്രൂപ്പിൽ ബി ആന്റിജൻ ഉണ്ടാകും, എ ബി ഗ്രൂപ്പിൽ രണ്ടും ഉണ്ടാകും, ഒ ഗ്രൂപ്പിൽ ഇവ ഒന്നും ഉണ്ടാകില്ല. ഈ ആന്റിജനുകൾ നിർണ്ണയിക്കുന്നത് എബിഒ ജീൻ എന്ന ജീനാണ്. ഈ ജീൻ നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കുന്നതാണ്. ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത് എബിഒ ജീൻ വളരെ പഴയതാണ്. ഇത് മനുഷ്യരിൽ മാത്രമുള്ളതല്ല. ചിമ്പാൻസി, ഗറില്ല പോലുള്ള മറ്റു പ്രൈമേറ്റ്സിലും സമാനമായ രക്തഗ്രൂപ്പ് വ്യത്യാസങ്ങൾ കാണപ്പെടുന്നു. അതായത് മനുഷ്യനും ചിമ്പാൻസിയും വേർപെട്ടതിനു മുമ്പേ തന്നെ ഈ ജീൻ നിലനിന്നിരുന്നു. ഏകദേശം 20 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എബിഒ ജീൻ വ്യത്യാസങ്ങളുണ്ടായിരുന്നുവെന്ന് മൊലെക്യുലർ സ്റ്റഡീസ് കാണിക്കുന്നു. എബിഒ എങ്ങനെ രൂപപ്പെട്ടു? അ എന്നത് അടിസ്ഥാന രൂപമാണ്. ബി ജീൻ ഒരു ചെറിയ മ്യൂട്ടേഷൻ മൂലമാണ് ഉണ്ടായത്. ഒ ജീനിൽ ചെറിയ ഡെലീഷൻ സംഭവിച്ചതിനാൽ ആന്റിജൻ ഉണ്ടാകുന്നില്ല. അതായത് വളരെ ചെറിയ ജനിതകമാറ്റങ്ങൾ വലിയ രക്തഗ്രൂപ്പ് വ്യത്യാസങ്ങൾക്ക് കാരണമായി. എന്തുകൊണ്ട് ഇവ എല്ലാം നിലനിൽക്കുന്നു? ഒരൊറ്റ രക്തഗ്രൂപ്പ് മാത്രമാകാത്തതെന്തിന്? ഇവിടെയാണ് എവല്യൂഷനിന്റെ പങ്ക്. വിവിധ രോഗങ്ങൾ വ്യത്യസ്ത രക്തഗ്രൂപ്പുകളെ വ്യത്യസ്തമായി ബാധിക്കുന്നു. ഉദാഹരണത്തിന്, ഒ ഗ്രൂപ്പ് ഉള്ളവർക്ക് ചില തരത്തിലുള്ള മലേറിയയുടെ ഗുരുതരത്വം കുറവായിരിക്കും എന്ന് ചില പഠനങ്ങൾ കാണിക്കുന്നു. അ ഗ്രൂപ്പ് ഉള്ളവർക്ക് ചില ബാക്ടീരിയ രോഗങ്ങൾ കൂടുതൽ ബാധിക്കാം. ചില വൈറസുകളും ബാക്ടീരിയകളും പ്രത്യേക ആന്റിജനുകളോട് കൂടുതൽ ബന്ധപ്പെടുന്നു. അതായത് ഒരു പ്രദേശത്ത് ഒരു പ്രത്യേക രോഗം വ്യാപകമായാൽ ആ രോഗത്തോട് കൂടുതൽ പ്രതിരോധമുള്ള രക്തഗ്രൂപ്പ് അവിടെ കൂടുതലായി നിലനിൽക്കും. ഇതിനെ നാച്ചുറൽ സെലക്ഷൻ എന്ന് വിളിക്കുന്നു. ഇതോടൊപ്പം ബാലൻസ്ഡ് സെലക്ഷൻ എന്ന ആശയവുമുണ്ട്. അതായത് വ്യത്യസ്ത ജീനുകൾ ഒരുമിച്ച് നിലനിൽക്കുന്നത് ജനസംഖ്യയ്ക്ക് ഗുണകരമായിരിക്കും. കാരണം ഒരേ രോഗം മാത്രമല്ല, പല രോഗങ്ങളും മനുഷ്യരെ ബാധിക്കുന്നു. അതിനാൽ വ്യത്യസ്ത രക്തഗ്രൂപ്പുകൾ ഉള്ളത് ഒരു സംരക്ഷണതന്ത്രമായി പ്രവർത്തിക്കും. ഇപ്പോൾ ഭൗമശാസ്ത്രപരമായ വിതരണവും നോക്കാം. യൂറോപ്പിൽ എ ഗ്രൂപ്പ് കൂടുതലാണ്. ഏഷ്യയിലെ ചില പ്രദേശങ്ങളിൽ ബി ഗ്രൂപ്പ് കൂടുതലാണ്. ദക്ഷിണ അമേരിക്കയിലെ ചില ആദിവാസി ജനവിഭാഗങ്ങളിൽ ഒ ഗ്രൂപ്പ് വളരെ കൂടുതലാണ്. ഇത് മനുഷ്യർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കുടിയേറിയപ്പോൾ ചെറിയ ജനസംഖ്യകളിൽ ചില ജീനുകൾ കൂടുതലായി നിലനിന്നതിനാലാണ്. ഇതിനെ ജനറ്റിക് ഡ്രിഫ്റ്റ് എന്ന് വിളിക്കുന്നു. അതായത് രക്തഗ്രൂപ്പുകളുടെ ഉത്ഭവം ഒരു ഒറ്റ സംഭവമല്ല. അത് ജനിതകമാറ്റങ്ങൾ, രോഗങ്ങൾ, പരിസ്ഥിതി, മനുഷ്യരുടെ കുടിയേറ്റം എന്നിവയുടെ സംയോജനമാണ്. ഇന്നത്തെ മെഡിക്കൽ രംഗത്ത് രക്തഗ്രൂപ്പുകൾ രക്തമാറ്റത്തിനും ചികിത്സയ്ക്കും അത്യന്തം പ്രധാനമാണ്. പക്ഷേ അതിന്റെ പിന്നിലെ കഥ നോക്കുമ്പോൾ അത് മനുഷ്യരാശിയുടെ കോടിക്കണക്കിന് വർഷങ്ങളായ പരിണാമത്തിന്റെ ഒരു രേഖയാണ്. അവസാനമായി, മനുഷ്യരിൽ കാണുന്ന രക്തഗ്രൂപ്പുകൾ ഒരു സാധാരണ വ്യത്യാസമല്ല. അത് ജീവന്റെ നിലനിൽപ്പിനായി പ്രകൃതി രൂപപ്പെടുത്തിയ ഒരു വൈവിധ്യരീതിയാണ്. അതായത് ഓരോ രക്തഗ്രൂപ്പും മനുഷ്യചരിത്രത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്.